പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് റെസിഡൻറ്റ് ഈവിൽ 2. ഇത് പിന്നെ റെസിഡൻറ്റ് ഈവിലിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, എന്നാലേ ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്ലെയർ ഇല്ലേ, ഈ ഗെയിമിൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് കേട്ടോ. ക്ലെയർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാം. ഈ സിറ്റിയിൽ പിന്നെ നിറച്ച് സോംബീസാ. എന്തോ ഒരു വൈറസ് കാരണമാണ് ഈ സിറ്റിയിൽ എല്ലാ ആൾക്കാരും സോംബീസായിട്ട് മാറിയത്. ഇവിടെ പിന്നെ കുറച്ച് സർവൈവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ സർവൈവേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്കിവിടെ ഒരാളിനെ കാണാനില്ല. ഇവിടെ പിന്നെ ഇതേപോലത്തെ കുറേ പസിൽസ് ഉണ്ട്. ഈ പസിൽസൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അതിനുള്ള ഹിൻഡ് നമുക്ക് പതിയെ കിട്ടിക്കോളും. ഇവിടെ പിന്നെ നമ്മളോട് ഈ പോലീസ് സ്റ്റേഷനില്ലേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് പറയണേ. നമുക്കിപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഒരു വാതിലുണ്ട്, ഇത് തുറക്കാൻ പറ്റുമോ? അത് തുറക്കാൻ പറ്റില്ല. അതിന് എന്തോ ഒരു കീ വേണം, എന്നാലേ അത് തുറക്കാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ കുറച്ച് ബുള്ളറ്റ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് എടുക്കാം, ആവശ്യം വരും. ഈ സോംബീസ് ഇപ്പോൾ എവിടെ നിന്ന് ചാടി കയറി വരാമെന്ന് പറയാൻ പറ്റില്ല. ഈ ഭാഗത്ത് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇപ്പുറത്തെ സൈഡിലും ഒരു ഡോറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ലോക്കാണോ? ഈ ഡോറ് ലോക്കൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇതൊന്നൊരു സംഭവം ഗ്രീൻ ഹെർബ്. എനിക്ക് തോന്നുന്നത് ഹീലിങ്സ് ആവുമെന്ന്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫസ്റ്റ് എയ്ഡ് സ്പ്രേ ഉണ്ട്, നമുക്ക് ഹെർബ് വെച്ചിട്ടും ഹീൽ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെ ഒരു ലോക്കറൊക്കെ ഉണ്ട്, അത് നമുക്ക് തുറക്കാൻ പറ്റില്ല, നമുക്ക് അതിൻ്റെ കോഡ് അറിയില്ല. ഇവിടെ ഒരു നോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ആ ലോക്കറിൻ്റെ കോഡാവോ? ലോക്കറിൻ്റെ കോഡല്ലെന്ന് തോന്നണ. ഇത് മ്യൂസിയം ആയിരുന്നു അല്ലേ? ഈ ക്ലെയർ ഇപ്പോൾ പറഞ്ഞു ഹൂ ടേൺസ് മ്യൂസിയം ഇൻ ടു എ പോലീസ് സ്റ്റേഷൻ എന്ന്. ഇതപ്പോൾ ആദ്യം ഒരു മ്യൂസിയം ആയിരുന്നു, പിന്നീട് ഇത് പോലീസ് സ്റ്റേഷനായിട്ട് മാറ്റിയതാ. എനിക്കിത് സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോഴേ തോന്നി. ഇവിടെ പിന്നെ മുമ്പിൽ കണ്ടില്ലേ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഇത്ര വലിയ സ്റ്റാച്ചു ഒന്നും ഉണ്ടാവാറില്ല. ഇവിടെ പിന്നെ മുമ്പിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടറല്ല, ലാപ്ടോപ്പാ. നമുക്കപ്പോൾ ലാപ്ടോപ്പ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ പിന്നെ CCTV ഫുട്ടേജസൊക്കെ കാണിക്കുന്നുണ്ട്. ആരെങ്കിലും ജീവനോടെ ഉണ്ടോ? ഒരു മിനിറ്റ്, അവിടെ ഒരാൾ ജീവനോടെ ഉണ്ട്. അയാളുടെ പിന്നാലെ ഒരു സോംബി വരുന്നുണ്ട്. എനിക്ക് തോന്നണത് അയാളെ പോയിട്ട് രക്ഷിക്കണമെന്നാ. ഇയാളിപ്പോൾ എന്തുട്ടി കാണിക്കുന്നത്? അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക്, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. അയ്യോ, അയാളിനെ സോംബി പിടിച്ചു. ഇൻഫെക്റ്റഡ് ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ പിന്നെ എനിക്ക് മാപ്പൊക്കെ കിട്ടി. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടേ? നമുക്ക് അയാളെ പോയിട്ട് രക്ഷിക്കണം. അയാളെ രക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടും. ഇവിടെ പിന്നെ ഒരു പെട്ടിയുണ്ട്. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇൻവെൻട്രിയിൽ അധികം സ്പേസ് ഉണ്ടാവില്ല, അതുകൊണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്യാം. നമുക്കിനി അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകണ്ടേ? ഇവിടെ ഒരു ഷട്ടറൊക്കെ ഉണ്ട്. കീപ്പ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. അടിയിലാണെങ്കിൽ ഫുൾ ചോരയാ. ഇതിൻ്റെ അകത്ത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, ഈ ഷട്ടർ ഫുള്ളായിട്ട് തുറന്നില്ലല്ലോ. നമുക്കപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോകേണ്ടി വരും. പക്ഷേ എൻ്റെ പൊന്നെ, അകത്ത് ഫുള്ള് ബ്ലഡാണോ ജോ? ഇവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. നേരത്തെ പറഞ്ഞത് ഈ സർവൈവേഴ്സൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുന്ന. എനിക്ക് തോന്നണത് ആ സർവൈവേഴ്സൊക്കെ സോംബീസായിട്ട് മാറിയെന്ന്, അല്ലാണ്ട് ഈ നിലയ്ക്ക് ആവില്ല. ഫുള്ള് ബ്ലഡാണ് കേട്ടാ. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവാം. ഇവിടെ പിന്നെ എന്തുട്ടാ? ഇവിടെ നമുക്ക് ഫ്യൂസ് വെക്കേണ്ടി വരും. ഫ്യൂസ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കറണ്ട് വരും. ഇവിടെ പിന്നെ ഡോറുണ്ട്, ആ ഡോറ് ലോക്കാ. എനിക്ക് ജംപ് സ്കെയർ ഇഷ്ടമല്ല കേട്ടാ, ആരും ജംപ് സ്കെയർ തരല്ലേ. അവിടെ നിന്ന് പിന്നെ എന്തോ കാര്യമായിട്ട് സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്, ഈ റൂമിൻ്റെ അകത്ത് സൗണ്ട് വരണേ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് സോംബീസ് ഉണ്ടാവുന്ന. ഇവിടെയും ഒരു റൂമുണ്ട്. ഇവിടെ പക്ഷേ എനിക്ക് ആരെയും കാണാനില്ല. ഒരാളവിടെ ചത്ത് കിടക്കുന്നുണ്ട്. ഇതൊന്ന് സംഭവം. ഇവിടെ ലൈറ്റ് കത്തി. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് ബുള്ളറ്റ്സ് കിട്ടി.
ഇയാളുടെ കയ്യിൽ കുറച്ച് ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ എന്തോ പ്രസ് റൂമാന്ന് തോന്നുന്നുണ്ട്. മുമ്പിൽ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഈ റൂമിൽ മിക്കവാറും മീറ്റിംഗ് ഒക്കെ നടക്കും, അതാന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, ഇവിടെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിനി ഇവിടെ നിന്ന് മുന്നോട്ട് പോവാം. മുമ്പിൽ ഒരു അൽമാരി ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അതങ്ങനെ മാറ്റി വെച്ചേക്കാണ്. എനിക്ക് പിന്നെ സോംബീസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാണ്ട്. ക്ലീനിങ് ഇൻ പ്രോഗ്രസ്. ആ, ഇവിടെ ഭയങ്കര ക്ലീനിങ്ങാണ്. ഇത് പിന്നെ വുമൻസ് ടോയ്ലറ്റാണ്, നമുക്ക് അകത്തേക്ക് കയറി പോവാം. നമ്മൾ കയറിയോണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വെള്ളം ലീക്കാവുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് സ്പ്രേ ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് എടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ 2 ഫസ്റ്റ് എയ്ഡ് സ്പ്രേ ഉണ്ട്. നമ്മുടെ കയ്യിൽ പിന്നെ ഹെർബ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ആ പെട്ടിയിൽ വെച്ചു. കാരണം എൻ്റെ ഇൻവെൻട്രി ഇല്ലേ, അത് നിറയുന്നുണ്ട്. ഈ ഗെയിമിൽ പിന്നെ ചെറിയൊരു ഇൻവെൻട്രി ഉള്ള പെട്ടെന്ന് ഫില്ലാവും. ഇവിടെ പിന്നെ മുമ്പിൽ ഇഷ്ടംപോലെ സോംബീസ് ചത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്, അത് പക്ഷെ തുറക്കാൻ പറ്റില്ല, ആ ചെയിന് വെട്ടി കളയേണ്ടി വരും. ഒരു മിനിറ്റ്, നമ്മളെ ആരും വിളിക്കുന്നുണ്ട് കേട്ടാ. എവിടെ നിന്ന് വിളിക്കണേ? ഇവിടെ നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഷട്ടർ അങ്ങ് തുറക്കാം. വേഗം തുറക്ക്. ഈ ഷട്ടർ ഭയങ്കര ടൈറ്റാ. ഇയാളെ നേട്ടാ നേരത്തെ CCTV കണ്ടേ. ഇയാൾ ഇൻഫെക്റ്റഡ് അല്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇയാളെ പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ എന്തുണ്ടായേ? അയാളെ സോംബി കടിച്ചു. എനിക്ക് ഇയാളെ വലിക്കാൻ പറ്റണില്ല. എൻ്റെ പൊന്നെ. നോ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കണേ? ഒരാളെങ്കിലും ജീവനോടെ ഉണ്ടെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഇയാളും ജീവനോടെ ഇല്ല. അയാളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിക്കാം. ഇയാളുടെ കയ്യിൽ പിന്നെ ഒരു നോട്ട്ബുക്ക് ഉണ്ട് കേട്ടോ. ഈ നോട്ട്ബുക്കിൽ എന്തോ കാണിക്കുന്നുണ്ട്. വേ ഔട്ട്, പാർക്കിങ്, പിന്നെ ഇവിടെ എന്തൊക്കെ പടങ്ങൾ വരച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഈ ഗെയിമിൽ പിന്നെ ഇഷ്ടംപോലെ വയലൻസ് ഉണ്ട് കേട്ടോ. വയലൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, മുമ്പിൽ ഒരു സോംബി ഉണ്ട്, നമുക്കതിനെ അടിച്ചിടാം. ചാവട. ഓക്കെ, അവനങ്ങനെ ചത്തേക്കാണ്. ഇതിൽ പിന്നെ സോംബീസ് പെട്ടെന്നൊന്നും ചാവില്ല കേട്ടാ. കുറേ ബുള്ളറ്റ് കൊടുക്കേണ്ടി വരും, എന്നാലേ ഒരു ചാവുള്ളൂ. അയ്യോ, ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകണ്ടേ? ഇവിടെ മുമ്പിൽ നിന്നും സോംബീസൊക്കെ വരുന്നുണ്ട്, എല്ലാത്തിനെയും അടിച്ചിടാം. അതിൽ ഒരു സോംബി ഒരു വെടിക്ക് ചത്തുട്ടാ. ഇങ്ങനെ ചത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ബുള്ളറ്റ് ലാഭിക്കാൻ പറ്റും. അയ്യോ, ഇവിടെയും ഒരു സോംബി ഉണ്ട്, ഇതിനെയും അങ്ങ് അടിച്ചിടാം. ഇത് പിന്നെ കുറച്ച് തടിയുള്ള സോംബിയാണ്. എന്തുട്ടായാലും അത് പെട്ടെന്ന് ചത്തുണ്ട്. ഇവിടെ പിന്നെ ഒരു റൂമുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ഒരു വുഡൻ ബോട്ട്സ് കിട്ടി, അത് എന്തിനാണാവോ. പിന്നെ കുറച്ച് ബുള്ളറ്റ്സും കിട്ടി. ബുള്ളറ്റ്സ് പിന്നെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാം. ഇതാണ് വന്ന വഴി. ഈ ഷട്ടർ നന്നായിട്ട് താന്നുണ്ട് കേട്ടോ. നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും, അതിപ്പോൾ സീനില്ല. അയ്യോ, ഒരു സോംബി നമ്മുടെ കാലുമ്മ പിടിച്ചു. അയ്യോ, എൻ്റെ പൊന്നു സോംബിയെ കടിക്കല്ലേ. നമ്മളെ കടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഒരു മിനിറ്റ്, നമ്മളെ ഒരാൾ വന്ന് രക്ഷിച്ചു. തവിട് പൊടി. ഇയാൾ പക്ഷെ ആരാണാവോ? അയാൾ പക്ഷെ ഇൻഫെക്റ്റഡാ. വയറുമ്മ കടി കിട്ടിയിട്ടുണ്ട് ഏതൊരു സോംബിയുടെ. എനിക്ക് തോന്നണത് ഇയാൾ കുറച്ച് കഴിഞ്ഞാൽ സോംബിയിട്ട് മാറുന്നു. പക്ഷെ നമ്മളെ രക്ഷിച്ചു കേട്ടാ. ഇയാളുടെ പേര് പിന്നെ മാർവിന്നാ. ഈ പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ സർവൈവേഴ്സൊന്നും ഇല്ല, ആ കാര്യത്തിൽ ഉറപ്പായി. ഇവിടെ പിന്നെ മാർവിൻ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് മൊത്തം സോംബീസ് എന്നാ പറയണേ. നമുക്ക് ഒരു വയർലെസ് തന്നിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ക്ലെയർ ഇല്ലേ, ക്ലെയർ ആക്ച്വലി സ്വന്തം ബ്രദറിനെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. ഈ ക്ലെയറിൻ്റെ ബ്രദർ പോലീസിലാ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയണേ, ഈ ക്ലെയറിൻ്റെ ബ്രദർ വേറെ ഏതൊരു സ്ഥലത്ത് വെക്കേഷനായിട്ട് പോയേക്കുക. അവിടെ ഇരുന്ന് അടിച്ചു പൊളിക്കാണ് ആള്. ക്ലെയർ ഇപ്പോൾ എന്തായി, ഈ സോംബീസുള്ള നാട്ടിൽ പെട്ടുപോയി. ഇവിടെ പിന്നെ പുറത്തേക്ക് പോകാനുള്ള വഴിയെ കാണിക്കണേ.
കാരണം നമുക്ക് വന്ന വഴി കൂടെ പോകാൻ പറ്റില്ല. വന്ന വഴിയിൽ ഫുള്ള് സോംബീസാ. ആ ബുക്കിലിപ്പോൾ പുറത്തേക്ക് പോകാനുള്ള വഴിയെ കാണിച്ചേ. ഇവിടെ പിന്നെ മാർവിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്. ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ മാർവിൻ സമ്മതിക്കണില്ല. മാർവിൻ പറയണത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന്. നമുക്ക് പിന്നെ എന്തൊരു സാധനം തന്നുട്ടാ. എന്തുട്ടത്? ഗണ്ണാണോ? എനിക്ക് തോന്നുന്നത് എന്തോ ഗണ്ണാന്ന്. ഇവിടെ പിന്നെ ഇയാൾ പറയണത് എന്നെ നോക്കണ്ട, ഇവളോട് രക്ഷപ്പെട്ടോളാനാ. ഇയാളെ രക്ഷിക്കാനും പറ്റില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നടക്കണ കാര്യമില്ല. ഹോസ്പിറ്റലിലായാലും ഫുള്ള് സോംബീസാവും. പിന്നെ എന്നിട്ട് ചെയ്യുക? ഇയാൾ നമുക്ക് കത്തിയാണ് തന്നേട്ടാ. ഞാൻ വിചാരിച്ചു വല്ല ഗണ്ണാവുന്ന്. എന്തെങ്കിലും ആവട്ടെ. ഓ, നമുക്ക് കത്തി വെച്ചിട്ടും സോംബീസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ബൈ ചാൻസ് നമ്മുടെ ഗണ്ണിൽ ബുള്ളറ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കത്തി വെച്ച് കളിക്കാം. ഇവിടെ പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്. അത് നമുക്ക് പെട്ടിയിൽ വയ്ക്കാം. ഫസ്റ്റ് എയ്ഡ് സ്പ്രേ പിന്നെ ഒരെണ്ണം മതിയാവും. രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല. ഹീലിങ്സ് പിന്നെ നമുക്ക് വഴിയിൽ വെച്ച് കിട്ടിക്കോളും. ഇവിടെ പിന്നെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. അതിന് ടേപ്പ് മുറിക്കാനാണ് കത്തി. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ഷട്ടറൊക്കെ തുറന്നുണ്ട്. ഈ ഏരിയയും കുറച്ച് സീനാന്ന് തോന്നുന്നുണ്ട്. അവിടെ അടിയിലും ബ്ലഡൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഒരു പസിൽ കണ്ടില്ലേ? ആ പസിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഹിൻറ്റ് ആ ബുക്കിലുണ്ട്. എവിടെ ബുക്ക്? ഓക്കെ, ഇതാണ് ആ ബുക്ക്. ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്ന്. ഇവിടെ ഇപ്പോൾ കാണിക്കണത് സിംഹം, ഇല, പിന്നെ ഏതൊരു പക്ഷി. സിംഹം, ഇല, പക്ഷി. നമുക്കപ്പോൾ അത് അടിച്ചു നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് സിംഹം അടിച്ചു കൊടുക്കാം. ഓക്കെ, സിംഹം. അടുത്തത് ഇല, പിന്നെ പക്ഷി. ഇതാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്തോ റിങ് പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഈ റിങ്ങാണ് നമുക്ക് ആ സ്റ്റാച്ചുവിൻ്റെ അടിയിൽ വെക്കേണ്ടത്. അന്നേരം അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിക്കും. നമുക്ക് ഒന്ന് ചെന്ന് നോക്കി നോക്കാം. നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടത്. 3 എണ്ണം വെക്കണം. ഇവിടെ ഞാൻ ഒരെണ്ണം വെച്ചു. എന്തൊരു സംഭവം തുറന്നുണ്ട് കേട്ടാ. എനിക്ക് അടിയിൽ എന്തോ വഴി കാണുന്നുണ്ട്. എനിക്ക് തോന്നണതേ അതായിരിക്കുന്ന സീക്രട്ട് വഴി. നമുക്ക് അതിൽ കൂടെ പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇവിടെ പിന്നെ മാർവിൻ്റെ കാര്യത്തിൽ കുറച്ച് സീരിയസാണ്. അത് പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓ, ആ മാർവിനില്ലേ ഈ വഴി അടച്ചുട്ടാ. നമ്മൾ ഈ വഴി കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ പിന്നെ കുറച്ച് ഹെർബൊക്കെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് കളക്ട് ചെയ്യാം. ഇവിടെ പിന്നെ ബുള്ളറ്റും ഇരിക്കുന്നുണ്ട്. അതും കൂടി എടുക്കാം. ഇവിടെ പിന്നെ ബോർഡ് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഈ ബോർഡ് എന്തിനാണാവോ? എന്നിട്ടായാലും അത് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോവാം. ഇവിടെയും ഒരു ഡോറൊക്കെ ഉണ്ട്. അയ്യോ, ഇവിടെയും സീൻ ഡാർക്കാണ് കേട്ടോ. നേരത്തെ കണ്ട പോലത്തെ അവസ്ഥയാണ്. ഇവിടെയും മിക്കവാറും ഇഷ്ടം പോലെ സോംബീസ് ഉണ്ടാവും. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. എന്തോ കാണിക്കണ്ടല്ലോ. ഓ, ഇയാൾക്കും സോംബിയുടെ നിന്ന് കടി കിട്ടിയെന്ന് തോന്നണേ. അല്ല, ഇവളിപ്പോൾ എന്തിനാ നോക്കാൻ നിൽക്കണേ? ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് വല്ല ബുള്ളറ്റ് കിട്ടുന്ന. എൻ്റെ പൊന്നെ. അതിലൊന്നുമില്ല. നമുക്കിവിടെ നിന്ന് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ഒരാളെ തൂക്കിയിട്ടേക്കണ്. അയാളുടെ വായ കൂടെ കമ്പി കയറി. ഊഫ്, ഭയങ്കര വയലൻസ്. മനുഷ്യരെ പേടിപ്പിച്ചോളൂ. ആ ഡോറ് പിന്നെ ലോക്കാണ്. അതിന് നമുക്ക് താക്കോല് വേണ്ടി വരും. ഇവിടെ പിന്നെ മരത്തിൻ്റെ പലകൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് വുഡൻ ബോർഡ്സ് ഇവിടെ യൂസ് ചെയ്യണമെന്നാ. ഞാൻ ആദ്യം വിചാരിച്ചത് സോംബിയുടെ തലക്കടിക്കാനാവുന്നു. പക്ഷെ അതിനല്ല. ഓ, ഇവിടെയും ഒരു സോംബി ഉണ്ട്. നമുക്ക് ഇവിടെയും ബോർഡ് വയ്ക്കാം. അന്നേരം അത് അകത്തേക്ക് കയറി വരില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. മുമ്പിൽ പിന്നെ വഴി നിന്നേക്കാം. നമുക്കപ്പോൾ ഇതിലൂടെ പോവാം. ഇവിടെ സോംബി ഒന്നുമില്ലല്ലോ. ജംസ്കെയർ തരല്ലേ? എനിക്ക് ജംസ്കെയർ നല്ല പേടിയാണ്. വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നിന്ന് പിന്നെ എനിക്ക് കുറച്ച് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു നോട്ട് ഇരിക്കുന്നുണ്ട്.
നോട്ടൊക്കെ നമുക്ക് പിന്നെ വായിക്കാം. ഇവിടെ ഒരു ഡോറുണ്ട്, അതും ചങ്ങലിക്ക് ഇട്ടേക്ക. അത് തുറക്കണമെങ്കിൽ നമുക്ക് എന്തോ ചെയിൻ കട്ടറാ അത് വേണ്ടി വരും. ഇവിടെ പിന്നെ ഒരു മാപ്പ് കിട്ടിയിട്ടാ, ഫസ്റ്റ് ഫ്ലോറിൻ്റെ മാപ്പ് കിട്ടി. നേരത്തെ നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിനും കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചാടി കടക്കാം. മുമ്പിൽ ഒരു സോംബി ഉണ്ട്. ഇവിടെ പിന്നെ വഴി നിന്നേക്കാം. ഇയാളുടെ മേത്തുനിന്ന് കുറച്ച് ബുള്ളറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് കളക്ട് ചെയ്യാം. ആ സോംബി നമ്മളെ കണ്ടില്ലെന്ന് വിചാരിക്കണം. ഇവരെപ്പോൾ അടിച്ചിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവർ നമുക്ക് ഒന്നും തരുന്നില്ല. ചില ഗെയിമിലൊന്നും അങ്ങനെയല്ല, സോംബീസിനെ കൊന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ തരും. നമ്മുടെ പബ്ജിയിലുണ്ടായിരുന്നു പണ്ട് സോംബി മോഡ്. അതിൽ സോംബീസിനൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റ് കിട്ടും. ഇത് പിന്നെ എന്തോ ഒരു ലോക്കർ റൂമാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തോ കോഡ് അടിക്കണം. ഈ കോഡ് ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു മിനിറ്റ്, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 106, 107, 108 അങ്ങനെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നണതേ ആ കോഡ് അതും അടിക്കേണ്ടി വരുന്നു. ഇവിടെ പിന്നെ ഒരു സോംബി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വെപ്പണുണ്ട്. ഇതിപ്പോൾ എങ്ങനെ എടുക്കുക? നമുക്ക് എന്തോ ഒരു കാർഡ് വേണ്ടി വരും. ആ വെപ്പണ് എന്തോ ഫ്ലെയിം ത്രോവറാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെ ഒരു സോംബി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അതിനങ്ങ് തീർത്തളയാം. ബാക്കിൽ വേറൊരു സോംബി ഉണ്ട്, ഇങ്ങോട്ട് വാ. ഇയാളും കൂടി അങ്ങ് തീർത്തളയാം. ചാവും അങ്ങോട്ട്. നമുക്ക് ഈ കത്തി വെച്ചിട്ട് ഒന്ന് വെട്ടി വെക്കാം. അയ്യോ, ഇവിടെ ഒരാൾ ഏണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏണിക്കരുത്, അവിടെ കിടക്ക്. അല്ല പിന്നെ ഓക്കെ, ഇവന്മാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിക്കാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ലോക്കറൊക്കെ തുറക്കാം. ഇതിൽ പിന്നെ 109, 106, പിന്നെ 102 ഈ 3 നമുക്ക് തുറക്കാൻ പറ്റും. ഇതിൽ പക്ഷേ 102 അടിക്കാൻ പറ്റില്ല. ആ സാധനത്തിപ്പോൾ 2ഉം 3ഉം ഇല്ല. ഇനിയിപ്പോൾ എങ്ങനെ തുറക്കുക? ഈ സൈഡിൽ പിന്നെ ഫുള്ള് 2ആ. ഈ സാധനത്തിപ്പോൾ 2ഉം 3ഉം ഇല്ല. നമുക്കപ്പോൾ 106 പിന്നെ 109 ഈ 2 നമുക്ക് തുറക്കാൻ പറ്റും. നമുക്കപ്പോൾ അതങ്ങ് തുറക്കാം. 1, 0, 6 ഓക്കെ, അതങ്ങനെ അടിച്ചേക്കാണ്. ഒരു ലോക്കർ ഓപ്പണായി. അടുത്തത് 109 അടിക്കാം. അതും കൂടി അങ്ങനെ ഓപ്പണായിക്കാണ്. ഇവിടെ ഇപ്പോൾ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്, നമുക്കത് എടുക്കാം. പിന്നെ 106 എന്തായിരുന്നു, നമുക്ക് അതും കൂടി നോക്കി നോക്കാം. ഇതൊന്നൊരു സംഭവം റോൾ ഫിലിമാ, അതെന്താണാവോ? നമുക്ക് പിന്നെ ഒരു കാർഡും കൂടി ആവശ്യം വരും കേട്ടോ. നിങ്ങൾ നേരത്തെ ഒരു വെപ്പൺ കണ്ടില്ലേ? ആ വെപ്പൺ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു കാർഡ് വേണം. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ വെസ്റ്റ് ഓഫീസാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറാം. അവിടെ ഒരു സോംബി കിടക്കുന്നുണ്ട്, അതവിടെ കിടന്നോട്ടെ, ഞാൻ അവനെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണില്ല. ഇവിടെ ഒരു ലോക്കറുണ്ട്. ഇതിൻ്റെ അകത്തുനിന്നും കുറച്ച് ബുള്ളറ്റ് കിട്ടി. ബുള്ളറ്റ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്ക് പിന്നെ ഗൺ പൗഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അത് വെച്ചിട്ട് ബുള്ളറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ പിന്നെ എന്തോ ഒരു നോട്ടുണ്ട്, എന്തുട്ടാണാവോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതൊന്നിട്ട് സംഭവം. ഇവിടെ എന്തോ ഒരു നോട്ടുണ്ട്. ഈ ബോക്സ് എങ്ങനെ തുറക്കുക? ലോക്ക് ഉണ്ടല്ലോ, 2 ലോക്കുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഇതൊന്ന് വായിച്ചോക്കട്ടെ. യുവർ മിഷൻ ഈസ് ടു അൺലോക്ക് യുവർ ഡെസ്ക്. ദ കീ ടു യുവർ സക്സസ് ഈസ് ഇൻ ദ ഇനീഷ്യൽസ് ഓഫ് യുവർ ഫസ്റ്റ് നെയിംസ്. ഇനീഷ്യൽസ് ഓഫ് യുവർ ഫസ്റ്റ് നെയിംസ്. അപ്പോൾ ഈ ഡെസ്കിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവമുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഡേവിഡ് എന്ന് പറഞ്ഞൊരാളുണ്ട്, അതപ്പോൾ ഡി. ഇനീഷ്യൽസ് ഓഫ് യുവർ ഫസ്റ്റ് നെയിംസ് എന്നാ പറഞ്ഞേ. ഡി കിട്ടി, ഇ കിട്ടി, പിന്നെ തോന്നിട്ടാ എൻ. അപ്പോൾ ഡെൻ ആയിരിക്കും ഇതിൻ്റെ കോഡ്. നമുക്കപ്പോൾ അടിച്ചു നോക്കാം.
ഓ ഇവിടെ ഇപ്പോൾ എനിക്ക് ഡി കാണാനില്ലല്ലോ. ഓ ചിലപ്പോൾ തല തിരിഞ്ഞിട്ടാവും. NED അടിച്ചു നോക്കാം. ഓക്കെ, അതിങ്ങനെ തുറന്നേക്കാണ്. ഇനി അപ്പുറത്തെ സൈഡിലും തുറക്കണം. ഇപ്പുറത്ത് പേരുണ്ടാ? ഓക്കെ, മാർവിൻ. ഇതപ്പോൾ മാർവിൻ്റെ സ്ഥലമാണ്. M കിട്ടി. ഇവിടെ നിന്ന് R കിട്ടി. ഓ അടിയിൽ പേരുണ്ടല്ലോ. ഇതൊന്നുട്ടാ ജോർജ്. അപ്പോൾ G ആണ്. ഓ ഇതായിരിക്കും ജോർജ്. നമുക്ക് ജോർജിനെ അടിച്ചിടാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇയാൾക്ക് മര്യാദയ്ക്ക് അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. വെറുതെ എന്നെ ശല്യം ചെയ്യാൻ വന്നു. നമുക്കപ്പോൾ കോഡ് അടിക്കാം. MRG അല്ലേ? യെസ്, MRG ആണ്. നമുക്കിനി അത് പോയിട്ട് അടിക്കാം. MRG. ഓക്കെ, അതങ്ങനെ അടിച്ചേക്കാണ്. ഇതിൻ്റെ അകത്ത് എന്നിട്ടുള്ള സ്പീഡ് ലോഡറാ. ഇതിനായിരുന്നാ ഇത്ര നേരം കോഡൊക്കെ കണ്ടുപിടിച്ചേ? പക്ഷേ എന്നാലും ഇത് ആവശ്യമുള്ള സാധനമാണ്. നമ്മുടെ കയ്യിൽ ഒരു റിവോൾവറല്ലേ. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ റീലോഡ് ചെയ്യാം. അവിടെ പിന്നെ വെൽക്കം ലിയോൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നണത് ഇത് ലിയോണിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. പോലീസ് ഡ്യൂട്ടിയുടെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെയൊക്കെ കണ്ടു വന്ന്. അവിടെ ഒരു സോംബി ചത്തെടുക്കുന്നുണ്ട്. ഇവിടെയും ഒരു ലോക്കറുണ്ട് കേട്ടോ. ഇതിൻ്റെയും കോഡ് എന്താണെന്ന് എനിക്കറിയില്ല. നേരത്തെ നമ്മൾ ഒരു ലോക്കർ കണ്ടിട്ടുണ്ടായിരുന്നു. അതും എങ്ങനെയാണോ തുറക്കുക? നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെയും ഒരു നോട്ടൊക്കെ ഉണ്ട്. യൂസസ് ഓഫ് ഗൺ പൗഡർ, ഹാൻഡ് ഗൺ ആമോ, ഗൺ പൗഡർ × 2, ആസിഡ് റൗണ്ട്, ഗൺ പൗഡർ പ്ലസ് ഹൈ ഗ്രേഡ് ഗൺ പൗഡർ. ഓ ഇത് ഈ ബുള്ളറ്റ് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുക, അതിൻ്റെ റെസിപ്പിയാണ്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഈ ഏരിയയും കൂടി ഞാനങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങ് മുന്നോട്ടേക്ക് പോവാം. മുമ്പിലും വഴിയുണ്ട്. അവിടെ ഒരു സോംബി ഉണ്ട് കേട്ടോ. ഓക്കെ, മുമ്പിൽ പലകയുണ്ട്. നമുക്ക് ഈ പലക അവിടെ വയ്ക്കാം. എൻ്റെ ഇൻവെൻ്ററി ആണെങ്കിൽ ഇപ്പോൾ ഫുള്ളായി, വെക്കാനായിട്ട് സ്ഥലമില്ല. നേരത്തെ നമ്മൾ വലിയൊരു പെട്ടി കണ്ടില്ലേ? അങ്ങനത്തെ പെട്ടി കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അന്നേരം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ലോക്കറുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ബുള്ളറ്റ് ഉണ്ട്, പക്ഷേ സ്പേസ് ഇല്ല. ഒരു മിനിറ്റ്, ഇതാണ് ആ പെട്ടി. ഓക്കെ, ഏയ് നേരത്തെ നമ്മൾ എടുത്തു വെച്ചില്ലേ ആ ഐറ്റംസൊക്കെ ഇതിലുണ്ട്. അതെങ്ങനെയാണോ? ഇവിടെ ഒരു റൂമുണ്ട്. ഫിലിം കണ്ടെയ്ൻസ് എവിഡൻസ്. എന്തൊട്ട് ഫിലിം? ഓ എനിക്ക് മനസ്സിലായി, ഈ റോൾ ഫിലിമാവും. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതിൽ എന്തോ എവിഡൻസ് ഉണ്ടെന്ന് പറയണേ. ഇതിൽ പക്ഷേ എനിക്കൊന്നും കാണാനില്ല. ഒരാൾ എന്തൊരു ബുക്കും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. മറ്റേ കയ്യിൽ എന്തൊരു വടി പോലത്തെ സാധനമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. റെഡ് ഹെർബ്. ഇതെന്നിട്ട് റെഡ് ഹെർബ് നമ്മളോട് അത് കമ്പൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്കപ്പോൾ റെഡും ഗ്രീനും കമ്പൈൻ ചെയ്യാം. ഇതിപ്പോൾ മിക്സ്ഡ് ഹെർബ് കിട്ടി. അതുകൊണ്ട് എന്താണോ ഉണ്ടാകാൻ പോണേ? മെഡിക്കൽ ബെനിഫിറ്റ്സ് ഓഫ് ഹെർബ്. ഹെർബിൻ്റെ കുറിച്ച് നോട്ടൊക്കെ ഉണ്ട്. ഈ നോട്ട് നമുക്ക് വായിക്കേണ്ടി വരും. ഓക്കെ, ഞാനെങ്ങനെ ആ നോട്ട് വായിച്ചേക്കാണ്. എനിക്കിപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി പിടികിട്ടി. ഈ ഹെർബില്ലേ 3 തരമുണ്ട്. ഒരെണ്ണം പച്ചയും പിന്നെ ചുവപ്പും പിന്നെ നീലയും. നമ്മൾ ഈ പച്ച ഹെർബ് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഹെൽത്തൊക്കെ കയറുള്ളൂ. പകരം പച്ചയും ചുവപ്പും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഹെൽത്ത് കയറും. അങ്ങനെ അവർ പറയണേ. ഇവിടെ പിന്നെ നമുക്ക് ബോർഡ് വയ്ക്കാം. ആ സാധനം പുറത്തേക്ക് ചാടും. നമുക്കപ്പോൾ മേലേക്ക് കയറി പോവാം. മേലും ഫുള്ള് ചോരയുടെ കളിയാണ്. ഇവിടെ ഒരു സോംബി ഉണ്ട്. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് ബുള്ളറ്റ്സ് കിട്ടി. അത് നമുക്ക് കയ്യിൽ വയ്ക്കാം. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി. ആദ്യം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഇവിടെ പിന്നെ അറ്റത്ത് വഴി നിന്നു. ഇവിടെയും ഇതുണ്ട് കേട്ടാ, റെഡ് ഹെർബ്. ഇത് നമുക്ക് ആവശ്യം വരും.
ഇവിടെ പിന്നെ മെൻസ് ലോക്കർ റൂമുണ്ട്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ലോക്കറുണ്ട്. നമുക്കൊക്കെ തുറന്നു നോക്കാം. ഇതെന്ത് സംഭവം? ഇവിടെ എന്തോ ഗ്യാസ് ലീക്കാവുണ്ട്. ഈ ഗ്യാസ് കാരണം നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഇയാളിങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയേ? ചെറുതായിട്ടൊന്ന് പേടിച്ച് പോയി. ഈ ലോക്കറിൽ പിന്നെ കോഡുണ്ട്. ഇതൊന്നൊരു സംഭവം. ഇതാ മറ്റേ ഫ്ലെയിം ത്രോവറിൻ്റെയാ. അത് നമ്മളിപ്പോൾ എടുത്തിട്ട് ഒരു കാര്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ ഫ്ലെയിം ത്രോവർ ഇല്ല. ഇവിടെ നിന്ന് പിന്നെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. പോർട്ടബിൾ സേഫാ. ഓക്കെ, പോർട്ടബിൾ സേഫ് ഇൻസ്ട്രക്ഷൻസ്. പ്രസ് എ ബട്ടൺ ടു ലൈറ്റ് അപ്പ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ലാമ്പ്. ലൈറ്റ് ദം ടു ഓപ്പൺ ദ സേഫ്. ഒരു മിനിറ്റ്, നമുക്ക് ആ സാധനം തുറക്കേണ്ടി വരും. നമ്മളോട് ഇത് എക്സാമിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എന്തോ ചെയ്യണം. അതെങ്ങനെ തുറക്കാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു ഓർഡറിൽ ഇത് അമർത്തണം. ഓക്കെ, ഈ സാധനം ഞാനെങ്ങനെ തുറന്നേക്കാണ്. ഇതെങ്ങനെ തുറന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തൊക്കെ പിടിച്ച് അമർത്തി. എനിക്ക് എന്തൊരു സ്പെയർ പാർട്ട് കിട്ടിയിട്ടാ. സ്പെയർ പാർട്ട് കീ ഐറ്റം. എനിക്ക് മനസ്സിലായി. നേരത്തെ ആ ലോക്കർ റൂമിൽ എന്തോ 2 കീസ് മിസ്സിങ് എന്ന് പറഞ്ഞില്ലേ, അതിലത്തെ ഒരു കീ ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ആ ലോക്കർ റൂമിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ ലോക്കർ റൂമിലേക്ക് എത്തിയേക്കാണ്. നമുക്കിനി കീ വയ്ക്കാം. 2 തന്നെ വയ്ക്കാം, കാരണം 2 നമുക്കിപ്പോൾ അത്യാവശ്യമുള്ളത്. അപ്പുറത്തെ സൈഡിലെ ലോക്കറില്ലേ, അത് 2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. 200, 202, 203 തുറക്കാൻ പറ്റില്ല കേട്ടാ. അതിന് നമ്മുടെ കയ്യിൽ 3 ഇല്ല. പിന്നെ ഇവിടെ 208 അതിപ്പോൾ തുറന്നിട്ട് ഒരു കാര്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ ഫ്ലെയിം ത്രോവർ ഇല്ല. അതുണ്ടെങ്കിൽ അതെടുത്തിട്ട് കാര്യമുള്ളൂ. ഇവിടെ ഇപ്പോൾ 2 വെച്ചത് വെറുതെ. നമുക്കിപ്പോൾ നേരെ 3ാമത്തെ ഫ്ലോറിലേക്ക് പോവാം. ഇനി 3ാമത്തെ ഫ്ലോറിൽ എന്തുട്ടാണോ ഉള്ളത്? ഇവിടെ പിന്നെ മുമ്പിൽ ബുള്ളറ്റ് ഉണ്ട്, നമുക്ക് എടുക്കാം. ഇഷ്ടം പോലെ ബുള്ളറ്റ് ആയിട്ടാ. ഇതെന്തത്? ഒരു സ്ലോട്ടിൽ 60 ബുള്ളറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറം വയ്ക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ ഒരു ലോക്കറുണ്ട്. ഇതും തുറക്കണമെങ്കിൽ നമുക്ക് കോഡ് വേണം. ആ കോഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് പിന്നെ ഒരു താക്കോല് കിട്ടിയിട്ടാ. ഈ താക്കോല് എവിടെയാണോ യൂസ് ചെയ്യുക? നമുക്ക് നോക്കി നോക്കാം. ഇനി ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോവാം. ഒരു മിനിറ്റ്, അതും തൊട്ടാ ഒരു മോൺസ്റ്റർ പോലത്തെ സാധനം പോയില്ലോ. അത് ഇങ്ങോട്ടേക്ക് ജംപ് സ്കെയർ തരാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തൊരു സാധനം പോയിട്ടുണ്ട്. ഇവിടെ ഒരു നോട്ട് ഇരിക്കുന്നുണ്ട്, ടു എനി സർവൈവേഴ്സ്. ഓക്കെ, ഞാൻ ആ നോട്ട് വായിച്ചേക്കാണ്. നേരത്തെ ഒരു സാധനം പോയില്ലേ, അതിൻ്റെ പേര് ലിക്കർ എന്നാണ് പറയണേ. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ജംപ് സ്കെയർ തരും. അത് നമ്മളെ മിക്കവാറും കടിച്ച് തിന്നുന്നൊക്കെയാണ് പറയണേ. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് പക്ഷെ അത് കളക്ട് ചെയ്യാൻ പറ്റണില്ല. ഒരു മിനിറ്റ്, ഇയാളിപ്പോൾ ഇവിടെ നിന്ന് തല കൂത്തി നിൽക്കണ്. അത് അവിടെ നിന്നോളും. നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഇവിടെയും ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. ഇതൊന്നൊരു സംഭവം C4. ഇവിടെ നമുക്ക് എന്തുട്ടാ ചെയ്യണ്ടേ? ഒരു നോട്ടുണ്ട്. ഓക്കെ, ഞാനങ്ങനെ നോട്ട് വായിച്ചേക്കാണ്. ഇവിടെ നമുക്കൊരു സംഭവം കിട്ടി, ഹിപ്പ് പൗച്ച്. ഇപ്പോൾ നമ്മുടെ ഇൻവെൻ്ററിയിലത്തെ സ്പേസ് കൂടി. ഇവിടെ ഒരു പ്രതിമ ഉണ്ട് കേട്ടാ. മറ്റേ പസ്സിൽ ഇവിടെയും വരുന്നുണ്ട്. അവിടെ പിന്നെ C4 ഇല്ലേ, നമുക്കത് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. അതിനായിട്ട് എന്തൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വേണം. അത് ഈ C4ലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്യാൻ. നമുക്കപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ പിന്നെ എൻ്റെ ഇൻവെൻ്ററിയിൽ കുറച്ചുകൂടി സ്പേസ് വന്നു. നമുക്കപ്പോൾ ഈ ഐറ്റംസൊക്കെ കളക്ട് ചെയ്യാം. നമുക്ക് ഇയാളെങ്ങ് കൊന്നുകളയാം. ഇത് ഭാവിയിൽ പണി തരും. ഓക്കെ, അതങ്ങനെ ചത്തേക്കാണ്.
തല പൊളിഞ്ഞു. ഇനി അത് ജീവനോടെ വരില്ല. ഈ നമുക്ക് ഈ വഴി കൂടെ പോകണ്ട. ഓ ഇത് ഏതാ സ്ഥലം? ഇവിടെ കുറച്ച് വെളിച്ചമുണ്ട് കേട്ടോ. ഓ മാർവിൻ നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മളോട് അത്യാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് വരാനാ പറയണേ. ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപ് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതെന്തത്? ഈ പെണ്ണ് ചാടില്ലേ? ഇതൊക്കെ ചാടി കിടക്കാൻ പറ്റില്ലോ. ഈ പെണ്ണ് ചാടണില്ല. അതെന്താണാവോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അപ്പുറത്തിൽ കൂടെ പോകാൻ പറ്റും. ഇതിൽ പിന്നെ എന്താണാവോ ഈ പെണ്ണ് ചാടണില്ല. അവിടെ പിന്നെ ഒരു റൂമൊക്കെ വരുന്നുണ്ട്. ഏയ് ഇതെന്തുണ്ടായേ? ഇവിടെ ഇപ്പോൾ സോംബീസൊക്കെ അലർട്ടായി. നമുക്ക് മേലേക്ക് കയറി പോവാം. സോംബീസ് പിന്നെ ഏണി കയറി വരില്ല എന്ന് വിചാരിക്കണു. പക്ഷെ എൻ്റെ പൊന്ന്, ആ റൂമിലിപ്പോൾ എന്താ കയറിയിട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ പോവാൻ സമ്മതിക്കാത്തത്. ഈ പെണ്ണിന് ചാടാൻ പറ്റിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സുഖമായിട്ട് ചാടി കിടന്നാന്. ഇവിടെ പിന്നെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമുക്ക് അടിയിലേക്ക് ഇറങ്ങി പോവാം. ഈ ഭാഗത്ത് പിന്നെ ഇഷ്ടംപോലെ സോംബീസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാവരും അടിച്ചിടാൻ പറ്റില്ല. അത്രയ്ക്കും ബുള്ളറ്റ്സ് നമ്മുടെ കയ്യിലില്ല. 67 ബുള്ളറ്റ് ഉണ്ട്. അയ്യോ മിസ്സായി. നമുക്ക് നോക്കി കൊണ്ട് വെടി വയ്ക്കേണ്ടി വരും. ഓക്കെ, ഈ രണ്ടെണ്ണത്തിന് ഞാൻ അടിച്ചിട്ടേക്കാണ്. നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് വെട്ടിയോല്ല. ഒരു ചത്തൊന്ന് ഉറപ്പ് വരുത്തിക്കാനാണ്. ഇവിടെ പിന്നെ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ. ഇവിടെയും മറ്റേ പസിലുണ്ട്. നമുക്കപ്പോൾ ഇത് സോൾവ് ചെയ്യാം. ഇവിടെ പിന്നെ കുതിരയെ കാണിക്കണേ. നമുക്കപ്പോൾ ആ ബുക്കിൽ കുതിരയുടെ ഏതാണെന്ന് നോക്കേണ്ടി വരും. എവിടെ ബുക്ക്? ഓ ഇവിടെ ഇഷ്ടം പോലെ നോട്ടുകൾ ഇരിക്കുന്നുണ്ട്. എല്ലാ നോട്ടുകളും ആവശ്യമില്ലാത്തത്. ഓക്കെ, ഇതാണ് ആ ബുക്ക്. കുതിരയുടെ കാണിക്കുന്നത് മീന്, പിന്നെ ഞണ്ട്, ആനയെ. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം മീൻ സെലക്ട് ചെയ്യാം. പിന്നെ ഞണ്ട്. ഓ ഞണ്ടല്ല, മറ്റേ സ്കോർപ്പിയണാ. ഓക്കെ, അതങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു റിങ്ങും കൂടി കിട്ടി. റിങ് അല്ല അത്, എന്തോ മെഡാലിയനാ, അങ്ങനെ എന്തോ സംഭവമാണ്. ഇവിടെയും ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴി എങ്ങോട്ടേക്കാണ് പോണേ? ഇവിടെ പിന്നെ 2 ഗൺ പൗഡർ കമ്പൈൻ ചെയ്തു കേട്ടാ. അന്നേരം നമുക്ക് ബുള്ളറ്റ് കിട്ടി. ആ വഴി പിന്നെ ലോക്കാ. നമുക്കപ്പോൾ ഇതിവിടെ പോകേണ്ടി വരും. ഇവിടെ ഞാൻ കുറച്ച് സോംബീസിനൊക്കെ അടിച്ചിട്ടു. എല്ലാവരും അടിച്ചിടാൻ പറ്റില്ല. ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബുക്ക് എന്തിനാണാവോ? ഇവിടെ ഒരു ഡോറുണ്ട്. ഓ ഇതിൻ്റെ താക്കോലാണ് നേരത്തെ കിട്ടിയേ. അതങ്ങനെ അൺലോക്ക് ചെയ്തേക്കാണ്. അത് ശരി, ഇതിപ്പോൾ നമ്മൾ അവിടേക്കാണല്ലോ എത്തിയത്. അയ്യോ ഇയാളെങ്ങനെ എനിക്ക് ഞാൻ കത്തി വെച്ച് വെട്ടിക്കൊന്നതാണല്ലോ. എന്തെങ്കിലും ആട്ടെ, അതിനെ നമുക്ക് പിന്നെ നോക്കാം. മാർവിൻ പിന്നെ നമ്മളെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ മാർവിൻ്റെ അടുത്തേക്ക് പോവാം. മാർവിന് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. പക്ഷെ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ സോംബിയായിട്ട് മാറും, അത് ഉറപ്പാ. ഓക്കെ, മാർവിൻ നമുക്ക് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരാളുണ്ടല്ലോ. ഏയ് ഇത് ലിയോണല്ലേ? ഓ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ലിയോണിൻ്റെ കൂടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പക്ഷേ 2 വഴിക്കായി പോയി. ഇപ്പോൾ ലിയോൺ അവിടെ പുറത്തൊക്കെ ഉണ്ട്. നമുക്കിനി അവൻ്റെ അടുത്തേക്ക് പോകണം. നമുക്ക് ഒരു മെഡലിനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, 2ാമത്തെ മെഡലിനും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി മാത്രം കണ്ടുപിടിച്ചാൽ മതി. അന്നേരം ആ സീക്രട്ട് വഴി അൺലോക്ക് ചെയ്യും. അവസാനത്തെ അത് എവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. നമ്മൾ ആ C4 ഉള്ള സ്ഥലം കണ്ടില്ലേ? അവിടെയാണ് ആ മെഡലിന് ഉള്ളത്. നമുക്കപ്പോൾ അത് അടുത്ത വീഡിയോയിൽ എടുക്കാം. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.